തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആരാണെന്നറിയാമോ? നടൻ തിലകന്റെ മകനായ ഷിബു തിലകനും മരുമകളായ ലേഖയുമാണ്. 19-20 ഡിവിഷനുകളിലാണ് ഇരുവരും മത്സരിക്കുന്നത്. തിലകൻ എന്ന നടനോടുള്ള സ്നേഹം ജനങ്ങളിൽ നിന്ന് ഇപ്പോഴും ലഭിക്കാറുണ്ട് എന്നാണ് ഷിബു തിലകൻ പറയുന്നത്. വിദേശത്തെ ജോലി രാജിവെച്ചാണ് ഭാര്യ ലേഖ ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഷിബു തിലകൻ. ഞാൻ ഈ തിരുവോണം വാർഡിൽ മത്സരിക്കുന്നു. എൻ്റെ വൈഫ് പത്തനംതിട്ട മത്സരിക്കുന്നു. ചേട്ടൻ ഏത് വാർഡിലാണെങ്കിലും ഇത്തവണ താമരത്തിനകത്ത് വോട്ട് ചെയ്യണം. തൃപ്പൂണിത്തുറയിൽ തിരുവാങ്കുളം ഡിവിഷനിൽ തിലകന്റെ മകൻ ഷിബു തിലകൻ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ആദ്യ മത്സരമല്ല, പക്ഷേ എങ്ങനെയാണ് ഇത്തവണത്തെ മത്സരത്തെ കാണുന്നത്? വോട്ട് ചോദിച്ചൊക്കെ രാവിലെ ഇത്തവണ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം പൊതുവെ ആൾക്കാരുടെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമുക്ക് നമ്മൾ പലപ്പോഴും നമ്മൾ സമ്പർക്കത്തിന് അറിയുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിയതാണ്. ഒരു മാറ്റം കൊണ്ടുവരണം. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി നല്ലൊരു കേരളത്തിലെ നമ്പർ 1 മുനിസിപ്പാലിറ്റി ആക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത്തവണ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, ഇത്തവണ നമുക്കൊരു മാറ്റം വേണം. എൻ്റെ മകൻ എന്നുള്ളത് വോട്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പ്ലസ് പോയിന്റായി മാറുന്നുണ്ട്. അതിനൊരു പ്രത്യേക പരിഗണനയും സ്നേഹവും ഒക്കെ കിട്ടുന്നുണ്ട്. ഞാനിവിടെ 10 വയസ്സ് മുതൽ ഇവിടെ കളിച്ച് വളർന്ന് ഇത് നടന്ന് ഇവരൊക്കെ കുഞ്ഞാൾ പോലെ എല്ലാവരും അറിയുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ തിലകൻ്റെ മകൻ എന്നുള്ളതിനേക്കുള്ള കൂടി ഇവരൊരു കൂടെ ഉള്ള ഇവിടെ ഒരു നാട്ടുകാരെന്ന നിലയുള്ളൊരു ഇതാണ് എല്ലാവരും കാണുന്നത്. പിന്നെ പുതിയ ആൾക്കാർക്ക് ഒരു പക്ഷേ തിലകൻ്റെ മകൻ എന്നുള്ളൊരു പരിഗണന ഉണ്ടാവും. തിലകൻ എന്ന് പറയുന്ന വ്യക്തി വേറൊരു രാഷ്ട്രീയം, ഇടത് രാഷ്ട്രീയത്തിനൊപ്പം ഇന്ന് നിന്ന ആളാണ്. എങ്ങനെയാണ് അച്ഛൻ താങ്കളുടെ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടിരുന്നത്? ഞാൻ ആദ്യകാലത്തൊക്കെ ഞങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ച് അച്ഛൻ എന്നെ എതിർത്ത് സംസാരിക്കാറുണ്ട്. എൻ്റെ രാഷ്ട്രീയം ശരിയല്ല, അത് രാജ്യത്തിനെതിരായിട്ട് രാഷ്ട്രീയമാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ വാജ്പേയി ഗവൺമെൻറ് വന്നതിന് ശേഷം ഞാൻ അച്ഛനോട് പറഞ്ഞോളൂ, ഇപ്പോൾ ഒരു പണ്ടത്തെ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റിനുള്ള മാറ്റം. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, ഹിന്ദു വർഗീയതയാണ് എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ ആ കമ്മ്യൂണിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് അച്ഛൻ കണ്ടിരുന്നത്. പക്ഷേ അച്ഛൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ്റെ നിലപാടൊക്കെ അച്ഛൻ മാറ്റുമായിരുന്നു. സ്ഥാനാർത്ഥിയായ ഷിബു തിലകനെ കുറിച്ച് എന്ത് പറയുമായിരുന്നു? ഞാൻ ആദ്യത്തെ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് അച്ഛൻ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിരുന്നു. പക്ഷേ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ വലിയൊരു നിരീക്ഷണം പാഠമുള്ളൊരു മനുഷ്യനായിരുന്നു. കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചത്. പിന്നെ അച്ഛന് അവസാന കാലത്ത് അച്ഛൻ്റെ ജോലിയിൽ പല പ്രശ്നങ്ങളുണ്ടായ സമയത്തൊന്നും ഈ അച്ഛനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സഹായിച്ചില്ല. കാനം രാജേന്ദ്രൻ മാത്രം അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഇത് മാത്രം സഹായിച്ചു. ഞാൻ കമ്മ്യൂണിസ്റ്റ് അച്ഛൻ പലതവണ മീഡിയയിലൂടെ ഒക്കെ പറഞ്ഞിട്ടും ഒരു സഹായം കിട്ടിയില്ല. അച്ഛൻ അവസാന കാലത്ത് പടമില്ലാത്തൊരവസ്ഥ വന്നു. ഉടനെ ഞാൻ സിനിമയിൽ കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 20-25 സിനിമയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു സുഹൃത്താണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും പുള്ളി തന്നെയാണ്. ഷിബു തിലകൻ മാത്രമല്ല, ഭാര്യ ലേഖയും മത്സര രംഗത്തുണ്ട്. ദുബായിൽ ജോലിയായിരുന്നു, അത് വേണ്ടെന്ന് വെച്ചപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് മത്സര രംഗത്തേക്ക് വന്നിരുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? രാജ്യമാണ് വലുത്, അപ്പോൾ പാർട്ടി പറയുന്ന അനുസരിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ഫസ്റ്റ് തോന്നിയത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങൾ ഇവിടെ വളച്ചൊടിച്ചാണല്ലോ കുറേ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ നേർവഴിയിലൂടെ തന്നെ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് രണ്ടാളും വീട്ടിൽ നിന്ന് ഇറങ്ങും, 2 വഴിക്ക് പ്രചരണത്തിലേക്ക് പോകും. ഞങ്ങൾ താമസിക്കുന്ന പുള്ളികളും വൈഫ് മത്സരിക്കുന്ന വാർഡ് 19 താമസിക്കുന്നത്. തൊട്ടടുത്ത വാർഡിനാണ് 20. എനിക്ക് ചെറുപ്പം പോലെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. പിന്നെ പുതുതായിട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാരെ നമുക്ക് അറിയില്ല. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. BJPയുടെ രാഷ്ട്രീയം, ഒപ്പം പ്രാദേശികമായ വികസന പ്രശ്നങ്ങൾ, വാഗ്ദാനങ്ങൾ ഇതൊക്കെ മുൻനിർത്തിയാണ് ഷിബു തിലകനും ഭാര്യ ലേഖയും ഇത്തവണ 2 ഡിവിഷനുകളിലും വോട്ട് തേടുന്നത്. ഭാര്യയും ഭർത്താവുമായതുകൊണ്ട് തന്നെ 2 പേർക്ക് വേണ്ടിയും വോട്ട് ചോദിക്കുന്നുണ്ട് വോട്ടർമാരിൽ നിന്ന്. ക്യാമറമാൻ വിജേഷ് പുതുശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.